ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ജീവിതത്തിലെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അഫ്രമേഷൻ, ഒരു വാക്ക് ഏതാണെന്നറിയോ? പോസിറ്റീവായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ഈ ഒരൊറ്റ വാക്കിന് ചെയ്യാൻ സാധിക്കും. ഇതേതാണെന്നറിയോ? അതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ പറയുന്ന നന്ദി എന്ന ചെറിയൊരു വാക്ക്. രണ്ടക്ഷരമേ ഉള്ളൂ, പക്ഷേ ഈ രണ്ടക്ഷരത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. കാരണം ഇതൊരു ജപം പോലെ, ഒരു മന്ത്രം പോലെ നമ്മൾ ദിവസവും ഉരുവിടുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ബിഗ് സീറോയാണെങ്കിൽ നമ്മൾ നാളെ വലിയൊരു ഹീറോയാകും. നമുക്ക് ഇമ്പോസിബിൾ എന്ന് തോന്നുന്ന ഏതൊരു കാര്യവും സാധിച്ചെടുക്കാൻ സാധിക്കും. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രാർത്ഥന ടൈമൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്? നമ്മുടെ കുറേ പരാതികൾ, കുറേ പരിഭവങ്ങൾ, നമുക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പരാതി പറയാനല്ലേ, കരയാൻ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥനാ സമയം നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സമയം വരെ ഞാനും അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ പ്രാർത്ഥനാ സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് പരാതി പറയാനും പരിഭവം പറയാനും കരഞ്ഞു തീർക്കാനുമുള്ള ഒരു സമയമായിട്ടായിരുന്നു ഞാൻ അതിനെ കണ്ടിരുന്നത്. പക്ഷെ ഞാനിപ്പം ആ റൂട്ടിൽ നിന്നെല്ലാം മാറി അതങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. ആ റൂട്ട് മാറ്റി പിടിച്ചപ്പോൾ തന്നെ എൻ്റെ ലൈഫിൽ ചേഞ്ചസ് ഞാൻ കണ്ടു തുടങ്ങി. ഈ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് നമ്മുടെ മഹാനടൻ മോഹൻലാൽ, ഒരു വ്യക്തി ജീവിതത്തിൽ എന്തൊക്കെ ആകണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതെല്ലാമായി തീർന്ന ഒരു വലിയ മനുഷ്യനാണ്, ലോകം ആദരിക്കുന്ന ഒരു മനുഷ്യനാണ് മോഹൻലാൽ. അദ്ദേഹം കഴിഞ്ഞ ജന്മദിനത്തിൽ പ്രകൃതിയോട്, പ്രപഞ്ചത്തോട് പറയുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്ററുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാം, എല്ലാവരും കേട്ട് കാണുമായിരിക്കും. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾക്ക്, അതായത് നമ്മൾ ഈ പ്രപഞ്ചത്തിലായിരിക്കുന്നതിന് പ്രപഞ്ചത്തോട് നന്ദി പറയണം, ദൈവത്തോട് നന്ദി പറയണം. നമ്മൾക്ക് ജന്മം തന്ന മാതാപിതാക്കളോട് നമ്മൾ കടപ്പെട്ടിരിക്കണം, അവരോട് നന്ദി പറയണം. ഈ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിൻ്റെ വില അറിയണമെങ്കിൽ ഇപ്പോൾ മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരാളോട് ചോദിക്കണം. അല്ലെങ്കിൽ വളരെ മാരകമായിട്ടുള്ള ഒരു രോഗം ബാധിക്കപ്പെട്ട് തുടർന്ന് ചികിത്സിക്കാൻ നിവൃത്തിയില്ലാതെ, അല്ലെങ്കിൽ ആ ചികിത്സയ്ക്ക് വേണ്ടി ഓട്ടി നടക്കുന്ന ഒരു മനുഷ്യനോട് ചോദിക്കണം ജീവിതത്തിൻ്റെ വില എന്താണെന്നുള്ളത്. അപ്പോൾ മനസ്സിലാവും നമ്മൾ ശരിക്കും ബ്ലെസ്ഡ് ആണെന്നുള്ളത്. എന്തുമാത്രം നന്ദി നമ്മൾ പറയണം. നമ്മളെപ്പോഴും ഇല്ലാത്തതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്, അല്ലേ? നമ്മൾ കഴിക്കുന്ന ആഹാരത്തോട് നമ്മൾ നന്ദി പറയണം. അതിൻ്റെ വില അറിയണമെങ്കിൽ, എന്തിന് ആഹാരത്തോട് നന്ദി പറയുന്നു എന്ന് നമ്മൾക്കറിയണമെങ്കിൽ വിശന്നിരിക്കുന്ന കുഞ്ഞുങ്ങളോട് ചോദിക്കണം. ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ വിശന്നിരിക്കുന്ന കുഞ്ഞുങ്ങളോട് ചോദിക്കണം അതിൻ്റെ വില എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കും. ആഹാരത്തോട് നമ്മൾ നന്ദി പറയണം. നമ്മൾ കുടിക്കുന്ന ജലത്തോട് നന്ദി പറയണം, പാനീയത്തോട് നന്ദി പറയണം. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനോട് നന്ദി പറയണം. ഈ ഓക്സിജൻ്റെയൊക്കെ വില നമ്മൾ ശരിക്കും മനസ്സിലാക്കിയവരാണ്. ഒരു കോവിഡ് മഹാമാരി നമ്മുടെ രാജ്യത്തെ ഒന്നടങ്കം ബാധിച്ചപ്പോൾ ഈ ഓക്സിജൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അതിനുവേണ്ടി ഓടി നടക്കുന്ന മനുഷ്യർ ഇല്ലേ, ഓക്സിജൻ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളത് നമ്മൾ അന്ന് മനസ്സിലാക്കിയതാണ്. കാരണം ഈ അകത്തോട്ട് പോകുന്ന ഓക്സിജൻ നമ്മുടെ ശരീരത്തിന് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ജീവൻ നിലനിർത്തുന്നതിന് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിനോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടെ ആയിരിക്കണം. നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള ഓരോ കാര്യങ്ങളിലും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ഇല്ലാത്തതിനെ ചൊല്ലി നമ്മൾ കരയണ്ട. നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടോ അതിനെ നോക്കി നമ്മൾ സന്തോഷിക്കാൻ പഠിക്കണം. അതിനെ നോക്കി നമ്മൾ നന്ദി പറയാൻ പഠിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മളൊരു ബിഗ് സീറോയിൽ നിന്ന് ഒരു വലിയ ഹീറോ ആകണമെങ്കിൽ ഈ നന്ദി എന്ന ചെറിയ വാക്കിന് സാധിക്കും. പക്ഷേ ഇതൊരു ജപം പോലെ,
ഒരു മന്ത്രം പോലെ നമ്മൾ ദിവസവും ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് രാത്രിയിൽ ഉറങ്ങാൻ സാധിക്കുന്നില്ലേ? ഉറങ്ങാൻ കഴിയാത്ത എത്രയോ മനുഷ്യരുണ്ടെന്നറിയോ? ജീവിതത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്, യാതൊരു ബാധ്യതകളില്ല, കാര്യങ്ങളില്ല, പ്രയാസങ്ങളില്ല, പക്ഷെ രാത്രിയിൽ ഉറക്കം കിട്ടുന്നില്ല. അപ്പം നല്ലപോലെ ഉറങ്ങാൻ സാധിക്കുന്ന നമ്മൾ നന്ദി പറയണ്ടേ? നമുക്കൊരു വീടില്ലേ? ഒരു വീടില്ലാത്ത എത്രയോ പേരുണ്ട്. നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്നറിയണമെങ്കിൽ ഇല്ലാത്തവൻ്റെ മുഖത്തേക്ക് നോക്കണം. അപ്പോൾ മനസ്സിലാവും നമ്മൾ എത്ര അനുഗ്രഹീതരാണ് എന്നുള്ളത്. ഒരിക്കലും നമ്മൾ ഇല്ലാത്തതിനെ നോക്കി പരാതി പറയുകയോ പരിഭവം പറയുകയോ വേണ്ട. ഉള്ളതിനെ ചൊല്ലി ദൈവത്തോട് നന്ദി പറയുക, പ്രപഞ്ചത്തോട് നന്ദി പറയുക. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ മനോഹരമായ പ്രപഞ്ചത്തിൽ നമ്മൾക്ക് ജീവിക്കാൻ സാധിച്ചു എന്നുള്ളത്, നമുക്ക് സമയം ചെലവിടാൻ സാധിച്ചു എന്നുള്ളത്. ഗ്രാറ്റിറ്റ്യൂഡിന് വലിയൊരു ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ വരുത്തുവാൻ സാധിക്കും, വലിയ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും. ഇത് വലിയൊരു പോസിറ്റീവ് അഫർമേഷനാണ്. നന്ദി എന്ന ചെറിയൊരു വാക്ക് വലിയൊരു പോസിറ്റീവ് അഫർമേഷനാണ്. ഗ്രാറ്റിറ്റ്യൂഡും വിശ്വാസവും ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഗ്രാറ്റിറ്റ്യൂഡാണ്. എല്ലാ സെലിബ്രിറ്റീസിൻ്റെയും, അതായത് ഈ ലോകത്തിൽ ഇന്ന് ഏറ്റവും ഉന്നതമായ നിലകളിൽ എത്തി നിൽക്കുന്ന എല്ലാവരുടെ ലൈഫ് നമ്മൾ പരിശോധിച്ചാലും അവർ പറയും ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ലൈഫിൽ എന്നുള്ളത്. അതാണ് അവരുടെ വിജയത്തിൻ്റെ ഒരു ജീവിത രഹസ്യം എന്ന് പറയുന്നത്. നമ്മളും ഇതുപോലെ നമ്മുടെ ലൈഫ് നമുക്ക് വേറൊരു തലത്തിലോട്ട് കൊണ്ടു ചെന്ന് എത്തിക്കണം. അല്ലെങ്കിൽ ഈ സീറോയിൽ നിന്നും നമുക്കൊരു ഹീറോ ആകണം. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരിവർത്തനം സംഭവിക്കണം, എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചസ് വേണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ പരാതികളും പരിഭവങ്ങളും പറഞ്ഞ് തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മൊമെൻറ്റും. പോസിറ്റീവായിട്ടിരിക്കുക, സന്തോഷത്തോടിരിക്കുക, സമാധാനത്തോടിരിക്കുക. അതിലുപരിയായിട്ട് ഈ ഒരു മൊമെൻറ്റിന് വരെയും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, നന്ദി പറയുക ദൈവത്തോടും പ്രപഞ്ചത്തോടും എല്ലാവരും. അല്ലാതെ നമ്മൾ പഴയ കുറേ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഹേർട്ട് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പല സംഭവം നമ്മളെ ആരെങ്കിലുമൊക്കെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം, പലയിടങ്ങളിൽ നമ്മൾ ഇൻസൾട്ടായി പോയിട്ടുണ്ടായിരിക്കാം, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് മറക്കാനാവാത്ത പല പല എക്സ്പീരിയൻസിൽ കൂടെ നമ്മൾ കടന്നു വന്നവരായിരിക്കാം. പക്ഷേ അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു, അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കർമ്മയായിരുന്നു എന്ന് മനസ്സിലാക്കി അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക. അതൊക്കെ ജീവിതത്തിൽ സംഭവിച്ചത് കൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും ഇങ്ങനെ ഇരിക്കുന്നത്. അതൊരു സംഭവിക്കേണ്ടതായിരുന്നു, അതൊരു കർമ്മയായിരുന്നു. അതിനെ അതിൻ്റെ റൂട്ടിൽ വിട്ടേരിക്കുക. നമ്മൾ ജീവിക്കുന്നത് പ്രസൻറ്റിലാണ്. ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടോ അതിനോടൊക്കെ നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. പ്രപഞ്ചത്തോടും നമ്മുടെ ദൈവത്തോടും അതിലുപരിയായി നമ്മുടെ മാതാപിതാക്കളോട്, ഗുരുക്കന്മാരോട്, എല്ലാത്തിനോടും നന്ദിയുള്ളവരായിരിക്കുക. ഈ നന്ദി എന്ന ചെറിയൊരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ ഇടയാക്കും. സോ എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുക, സമാധാനത്തോടെ ആയിരിക്കുക. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വരുന്നിടം വരേക്കും ബൈ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.